students, welcome back to Xylem Learning. മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതിയാണ് എക്കണോമിക്സിന്റെ മോഡൽ എക്സാം വരുന്നത്. നമുക്ക് 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എക്കണോമിക്സ് പഠിക്കാനിരിക്കുന്ന മക്കൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ആദ്യം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിനു മുന്നേ മിസ്സിന് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 മിസ് എല്ലാ ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസും എല്ലാ ഇക്വേഷൻസുമായിട്ട് ലൈവിൽ എത്തുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും കൃത്യം 7:30 തന്നെ ലൈവിലൊക്കെ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് GDP-MP, NNPFC, NDPFC by using the following data. താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഉപയോഗിച്ച് GDP-MP, NNPFC, NDPFC തുടങ്ങിയവ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? പ്രൈവറ്റ് ഫൈനൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, ഗവൺമെന്റ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, പ്രൈവറ്റ് ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, നെറ്റ് എക്സ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. സിയും ഐയും ജിയും എക്സ് മൈനസ് എം ആണ് ഈ നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എന്താണ്? എക്സ് മൈനസ് എമ്മിനെയാണ് നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത് GDP-MP ആണ്. മിസ് ആദ്യം തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 3 മെത്തേഡുകൾ ഉപയോഗിച്ച്, അതായത് ഇൻകം മെത്തേഡ്, വരുമാന രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ഐഡന്റിറ്റി നമ്മൾ എന്താ പറയുന്നത്? നാഷണൽ ഇൻകത്തിന്റെ GDP-MP എന്നാണ് പറയുന്നത്. എന്താണ്? GDP-MP. അപ്പം ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എന്ത് തന്നെയാണ്? GDP-MP തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ GDP-MP നമുക്ക് കണ്ടുപിടിച്ചാലോ? അതിനു മുന്നേ മക്കൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് GDP-നെ NDP ആക്കുന്നത്? എങ്ങനെയാണ് NDP-നെ GDP ആക്കുന്നത്? അവിടെ എന്താ മെസ്സേജ് ചെയ്യേണ്ടതെന്ന് മിക്ക കുട്ടികൾക്കും ഉണ്ടാവുന്നൊരു ഡൗട്ടാണ്. അതാദ്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ ശ്രദ്ധിക്കുക, ഒരു ഗ്രോസ് പ്രൊഡക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. ഈ GDP, NDP, NNP, GNP ഇതിലെ ഫസ്റ്റ് ലെറ്ററുകൾ സൂചിപ്പിക്കുന്നത് ഗ്രോസ് പ്രൊഡക്റ്റിനെയും നെറ്റ് പ്രൊഡക്റ്റിനെയും ആണ്. അപ്പം ആദ്യത്തെ G ഇവിടെ ഗ്രോസ് ആണ്. ഇവിടെ എന്താണ്? N ഫോർ നെറ്റ്. ആദ്യത്തെ N നെറ്റ് ആണ്. ഇവിടെയുമായി തന്നെ എന്താണ്? നെറ്റ് ആണ്. ഇവിടെ എന്താണ്? G ഫോർ ഗ്രോസ്. അത് ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ D എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക് എന്താണ്? ഡൊമസ്റ്റിക്. ഇനി ഇവിടെയും രണ്ടാമത് D തന്നെയായതുകൊണ്ട് അത് ഡൊമസ്റ്റിക് തന്നെയാണ്. രണ്ടാമത്തെ ലെറ്റർ N വരുമ്പോൾ മക്കളെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ലെറ്റർ എപ്പോഴും നെറ്റ് തന്നെയായിരിക്കും. രണ്ടാമത്തെ ലെറ്റർ ആണ് നാഷണൽ ആയിട്ട് വരുന്നത്. എന്തായിട്ട് വരുന്നത്? നാഷണൽ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ GNP-യിൽ N എന്താണ്? നെറ്റ് ആണോ? അല്ല, നാഷണൽ ആണ്. സോ നടുക്ക് വരുന്നത് NO DO ആയാൽ അതൊന്നെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്. ആദ്യം വരുന്നത് GO NO ആണെങ്കിൽ അതൊന്നെങ്കിൽ ഗ്രോസ് ഇല്ലെങ്കിൽ നെറ്റ്. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമുക്ക് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയാം. P എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താണ്? നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇവിടെ എന്താണ്? നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. മിക്ക കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ്, ആദ്യമേ നാഷണൽ നെറ്റ് പ്രൊഡക്റ്റ്. അങ്ങനെ സാധനം ഇല്ല. നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇനി GNP ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ക്ലിയർ ആയോ? രണ്ടാമതാണ് ഡൊമസ്റ്റിക് നാഷണൽ വരിക. ആദ്യമേ N ഒരിക്കലും നാഷണൽ ആവില്ല, അത് എപ്പോഴും നെറ്റ് തന്നെ ആയിരിക്കുള്ളൂ. എല്ലാവർക്കും NDP-യിലും NNP-യിലും ആയിരിക്കും വ്യത്യാസം, ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുക. അപ്പൊ ശ്രദ്ധിക്കുക, ആദ്യത്തെ N ഫോർ നെറ്റ്, രണ്ടാമത്തെ N ഫോർ നാഷണൽ. ക്ലിയർ അല്ലേ? അപ്പൊ അത് വിട്ടോ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രോസ് പ്രൊഡക്റ്റിനെ നെറ്റ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നത്? അപ്പൊ GDP-MP നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് അതിനെ NDP-MP ആക്കി മാറ്റുന്നത്? എപ്പോഴും ശ്രദ്ധിക്കുക, GDP-MP-നെ നമുക്ക് ആദ്യമേ NDP-MP ആക്കണം, എന്നിട്ട് മാത്രമേ അത് FC-യിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. MP-നെ FC ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് മിസ് ഓൾറെഡി പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ ഒരു സാധനം മാത്രമേ മാറ്റാവുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ G മാത്രമേ മാറിയിട്ടുള്ളൂ, ലെറ്റർ അല്ലേ? G മാത്രമേ ലെറ്റർ മാറിയിട്ടുള്ളൂ. G മാറി N ആയി. അങ്ങനെ ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ നെറ്റ് എന്തില്ല എന്നാ പഠിച്ചത്? നെറ്റിനകത്ത് ഡിപ്രീസിയേഷൻ ഇല്ല, അതായത് തേയ്മാനമില്ല. ഡിപ്രീസിയേഷൻ നമ്മൾ കൂട്ടത്തില്ല. അപ്പൊ ഗ്രോസിനെ നെറ്റ് ആക്കാൻ എന്ത് മൈനസ് ചെയ്താൽ മതി? ഗ്രോസിൽ നിന്നും ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? നെറ്റ് പ്രൊഡക്റ്റ് കിട്ടും. ഇനി തിരിച്ച് ഈ നെറ്റ് പ്രൊഡക്റ്റിനെ വീണ്ടും ഗ്രോസ് ആക്കണമെങ്കിൽ ഗ്രോസിനകത്തേക്ക് എന്തുണ്ട്? ഡിപ്രീസിയേഷൻ, തേയ്മാനമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ ആഡ് ചെയ്താൽ മതി. സിമ്പിൾ അല്ലേ? അപ്പൊ GDP-MP-നെ NDP-MP ആക്കാൻ GDP-MP-യിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഡിപ്രീസിയേഷൻ. ഇനി NDP-MP-നെ GDP-MP ആക്കാൻ എന്ത് ചെയ്യണം? നമ്മള് ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യണം. അത്രയ്ക്കും സിമ്പിൾ ആണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത്, നിങ്ങൾക്ക് NFI എവിടെ യൂസ് ചെയ്തെന്ന് അറിയാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അക്ഷരമാണ് എപ്പോഴും N എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ GDP ഉണ്ട്, GNP ഉണ്ട്. ഒറ്റ ലെറ്ററെ ഒരു തവണ മാറ്റാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഒരൊറ്റ കാര്യമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. 2 കാര്യങ്ങളൂടെ ഒരുമിച്ച് മാറ്റാൻ നിൽക്കരുത്. അത് മിക്ക കുട്ടികൾക്കും തെറ്റായിട്ട് ഭവിക്കും. ഓക്കെ മക്കളെ നോക്കിക്കേ,
ഒരു നാഷണൽ പ്രൊഡക്റ്റിനെ ഡൊമസ്റ്റിക് ആക്കണമെങ്കിൽ നാഷണലിനകത്താണ് എന്തുള്ളത്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആയിട്ടുള്ള NFI ഉള്ളത്. അപ്പൊ ഡൊമസ്റ്റിക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, NFI മൈനസ് ചെയ്യണം. സോ GNPനെ GDP ആക്കണമെന്നുണ്ടെങ്കിൽ ഡിക്കകത്ത് എന്തില്ല, NFI ഇല്ല. അപ്പം GNPയിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി, NFI മൈനസ് ചെയ്താൽ മതി. ഇനി GDPനെ GNP ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എന്നിനകത്ത് എന്തുണ്ട്, NFI ഉണ്ട്. നമ്മൾ എന്ത് ആഡ് ചെയ്യണം അവിടെ, NFI അവിടെ ആഡ് ചെയ്യണം. സോ നാഷണൽ അകത്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഉള്ളത്, ഡൊമസ്റ്റിക് അകത്ത് അതില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്തത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. മക്കളെ എന്താണ് MP മാർക്കറ്റ് പ്രൈസ്, എന്താണ് FC ഫാക്ടർ കോസ്റ്റ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ചെലവ്, അതിന്റെ പൊടി വാങ്ങാനും അത് മൊത്തത്തിൽ പാക്കറ്റിലാക്കാനും എനിക്ക് ഉണ്ടായ ചെലവിന് നമുക്ക് ഫാക്ടർ കോസ്റ്റ് എന്ന് വിളിക്കാമെങ്കിൽ അത് മാർക്കറ്റിൽ വിൽക്കുന്ന വിലയാണ് മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ വിൽക്കുന്ന വിലയാണ് ആ ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ചെലവൊക്കെ ഫാക്ടർ കോസ്റ്റ് ആണെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാൻ വെക്കുന്ന പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് പ്രൈസിനകത്ത് എന്തുണ്ടാവും, ടാക്സ് ഉണ്ടാകും. സോ എവിടെയാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ടാവുക, മാർക്കറ്റ് പ്രൈസിൽ. എവിടെയാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ടാവാതിരിക്കുന്നത്, എവിടെയാണ്, ഫാക്ടർ കോസ്റ്റില്. സോ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി, എന്ത് മൈനസ് ആണ് കേട്ടോ, എന്ത് മൈനസ് ചെയ്താൽ മതി, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്താൽ മതി. ഇനി ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കണമെങ്കിൽ എന്ത് ആഡ് ചെയ്യണം, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യണം. ക്ലിയർ ആയോ, ഓക്കെ ആയോ, നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡയറക്റ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുക്കാം. ഇനി ഇക്വേഷൻ ഇട്ടിട്ട് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ സ്ലൈഡ് ആഡ് ചെയ്തു, ഒരു പേജ് ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. C+I+G+ x - m is equal to GDPMP. കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. ഞാൻ എൻ്റെ ഫോണിലാണ് കേട്ടോ കാൽക്കുലേറ്റർ എടുക്കുന്നത്. മക്കള് നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കാൻ മറന്നു പോകരുത്. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു മണ്ടത്തിലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ആഡ് ചെയ്യാം. C പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എത്രയാണ്, 20,000, 20,000 പ്ലസ് 20,000 0 ഒന്ന് വിട്ടു പോകരുത്. ഗവൺമെന്റ് G 10,500. ഇനി I എന്താണ്, 12,850, 12,850 ആഡ് ചെയ്യുക, പ്ലസ് 12,850 പ്ലസ്, ഇനി പ്ലസ് ഇവിടെ ശ്രദ്ധിക്കുക, പ്ലസ് X - M ആണ്. അതായത് നമ്മൾ ആഡ് ചെയ്യുക, നെറ്റ് എക്സ്പോർട്ട്സ് മൈനസ് ചെയ്യല്ല ചെയ്യേണ്ടത്, ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലസ് അതിന്റെ കൂടെ 6,300 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ആൻസർ, NDPMP എന്ന് പറയുന്നത് 49,650 എന്ന് കിട്ടും ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് GDPMP കണ്ടുപിടിച്ചു. ഇനി കണ്ടുപിടിക്കാനുള്ളത് NNPFC ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ GDPMPനെ NDPMP ആക്കണം അല്ലെ. അപ്പൊ GDPMPനെ നമുക്ക് എന്താക്കണം, NDPMP ആക്കണം. അപ്പൊ NDPMP ആക്കണമെങ്കിൽ എന്താ പ്രശ്നം പറ്റിയത്, ഇവിടെ എന്തോ മൈനസ് ചെയ്യണം. എന്താ ആക്കേണ്ടത്, NDPMP ആണ് ആക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്ത് മാത്രം മാറിയത്, ഒരൊറ്റ ലെറ്ററേ മാറിയിട്ടുള്ളൂ. ഏതാണ് ആ ലെറ്റർ മാറിയത്, G മാറി N ആയി. N എന്ന് പറയുന്നത്, ആദ്യത്തെ N എന്ന് പറയുന്നത് നെറ്റ് ആണ്. നെറ്റിൽ എന്തില്ല, ഡിപ്രീസിയേഷൻ ഇല്ല. അപ്പൊ എന്താ മൈനസ് ചെയ്യണത്, ഡെപ്രീസിയേഷൻ ആണ് മൈനസ് ചെയ്യണത്. കണ്ടുപിടിച്ച GDPMP 49,650 മൈനസ് D എത്രയാണ് മക്കളെ, ഡിപ്രീസിയേഷൻ എത്രയാണ്, 500 മൈനസ് 500, 49,150 എന്ന് കിട്ടും. 49,150 എന്ന് കിട്ടും NDPMP. ഈ കിട്ടിയ NDPMPയിൽ നിന്ന് നമുക്ക് NNPMP കണ്ടുപിടിച്ചാലോ. എങ്ങനെയാണ്, NDPMPനെ എന്താക്കണം, നമുക്ക് NNPMP ആക്കണം. അപ്പൊ ഏത് ലെറ്ററാ മാറിയത് മക്കളെ, ഇവിടെ നമ്മൾ ലെറ്റർ മാറിയത് ഇതാണ്, D മാറി N ആയിട്ട് മാറി അല്ലെ. D മാറി ഇവിടെ N ആയിട്ട് മാറി. അപ്പൊ Dയിൽ എന്തില്ല, NFI ഇല്ല. എന്നിൽ എന്തുണ്ട്, NFI ഉണ്ട്. അപ്പൊ നാഷണൽ പ്രൊഡക്റ്റിൽ NFI ഉണ്ടായത് കൊണ്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്, NFI ആണ് ആഡ് ചെയ്യേണ്ടത്. NDPMP കിട്ടിയ 49,150 നിന്നും എന്ത് ആഡ് ചെയ്യുക, NFI ആയിട്ടുള്ള 3,500 ആഡ് ചെയ്യുക, കിട്ടും 52,650 എന്ന് കിട്ടും. ഇനി ആൻസർ ആയോ, ആൻസർ ആയില്ല. നമുക്ക് വേണ്ട എന്താണ്, NNPFC ആണ്. അപ്പൊ കണ്ടുപിടിച്ചത് NNPMP ആണ്. NNPMPന്റെ കൂടെ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് NNPFC കിട്ടും. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ MPയും FCയും ആണ്. MPയിൽ എന്തുണ്ട്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഉണ്ട്. ടാക്സ് പ്രൈസ് ആണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല, നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല. അപ്പൊ ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ടുപിടിച്ച 52,650 മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എത്രയാണ്,
നെറ്റ് ഇൻഡയറക്ട് ടാക്സ് NIT എന്നാണ് ചുരുക്കി വിളിക്കുന്നത്. NIT 1800 അപ്പം 52,650 മൈനസ് 1800 എത്ര കിട്ടും നമുക്ക്? 50,850 എന്ന് കിട്ടും NNPFC എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ GDP-MP എത്ര കിട്ടി? 49,650 എന്ന് കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് NNPFC ആണെങ്കിൽ അപ്പൊ GDP-MP ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ എന്തൊക്കെ വേണം? G നെറ്റായി, അപ്പം നെറ്റ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഇനി ഡിയിൽ നിന്നും NI, അപ്പൊ നമ്മൾ NFI ആഡ് ചെയ്യണം. ഇനി ഇവിടെ എന്താണ്? MP-യിൽ നിന്നും FCI, അപ്പം നമ്മൾ മൈനസ് ചെയ്യണം നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നെ ആൻസർ കിട്ടും. നമുക്ക് ചെയ്ത് നോക്കാം. ഒറ്റയടിക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. 49,990 മൈനസ് 500 ഡിപ്രീസിയേഷൻ പ്ലസ് NFI എത്രയാണ്? NFI എത്രയാണടാ? NFI 3,500 പ്ലസ് 3,500 മൈനസ് NIT മൈനസ് 1,800 എത്ര കിട്ടും? 50,850 എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പൊ പറഞ്ഞ മക്കൾക്ക് മനസ്സിലായോ? ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാതെ ഡയറക്റ്റ് GDP-MP-നെ നമുക്ക് എന്താക്കി മാറ്റാം? NNPFC ആക്കി മാറ്റാം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കണ്ടുപിടിച്ച് വെച്ച 49,650 ആണ് GDP-MP. അപ്പൊ ജിയിൽ നിന്നും N നെറ്റായി. അപ്പൊ എന്ത് മൈനസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ഇനി ഡിയിൽ നിന്നും നാഷണലായി എന്ത് ആഡ് ചെയ്യണം? NFI ആഡ് ചെയ്യണം. MP-യിൽ നിന്നും FCI എന്ത് മൈനസ് ചെയ്യണം? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് മൈനസ് ചെയ്യണം. അങ്ങനെ ഒറ്റയടിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ചെയ്യുന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഒരൊറ്റ സാധനം കണ്ടുപിടിക്കാനാണ് ഇത്രയും നേരം നമ്മൾ എടുത്തത്. കണ്ടുപിടിച്ചത് എന്താണ്? ഇപ്പോ NNPFC ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് NDPFC ആണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. NDPFC ഇല്ല, കണ്ടുപിടിച്ചിട്ടില്ല അല്ലെ? നമുക്ക് കണ്ടുപിടിക്കാം. NDPFC എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? NNPFC ഇല്ലേ ഇപ്പൊ നമ്മുടെ കയ്യില്? NNPFCയിൽ നിന്നും NDPFC കണ്ടുപിടിക്കാൻ NFI മൈനസ് ചെയ്താൽ മതി. ഇപ്പൊ കണ്ടുപിടിച്ച NNPFC 50,850 NDP ആക്കാൻ വേണ്ടി നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അല്ല, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ആയിട്ടുള്ള 3,500 മൈനസ് ചെയ്യുക. 50,850 മൈനസ് 3,500 എത്ര കിട്ടും? 47,350 എന്ന് കിട്ടും NDPFC. മക്കളെ, നമ്മൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് NNPFC-യിലേക്ക് എത്തി. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് എന്ത് കണ്ടുപിടിച്ചില്ല? NDPFC കണ്ടുപിടിച്ചില്ല. NDPFC കണ്ടുപിടിക്കണമെങ്കിൽ എന്താ മാറ്റം? NNPFC NDPFC-യിലേക്ക് മാറി. ഏതാ മാറിയത്? D ആണ് മാറിയത്. നാഷണൽ ഡൊമസ്റ്റിക് ആയി. ഡൊമസ്റ്റിക്കിനകത്ത് എന്തില്ല? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഇല്ല. അത് മൈനസ് ചെയ്താൽ മതി. അപ്പം ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒറ്റയടിക്ക് ചെയ്യുന്നതാണ് എളുപ്പം. നോക്കിക്കേ, GDP-MP NNPFC ആക്കാൻ എന്ത് ചെയ്തത്? ജിയിൽ NI ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു. DNI NFI ആഡ് ചെയ്തു. MPFC ആയി. എന്നത് മാർക്കറ്റ് പ്രൈസിൽ ഫാക്ടർ കോസ്റ്റ് ആക്കാൻ ഫാക്ടർ കോസ്റ്റിൽ എന്തില്ല? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ഇല്ല. ഡയറക്റ്റ് ചെയ്യാം. ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഓരോന്നോരോന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അത്രയും സിമ്പിൾ ആണ്. മിസ് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നേരം എടുത്തത്. അപ്പൊ സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് മിസ് ആദ്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഗ്രോസ് G ആണെങ്കിൽ N ആക്കണമെങ്കിൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. അതേപോലെ തന്നെ നാഷണൽ പ്രൊഡക്റ്റ് ആണ്, ഡൊമസ്റ്റിക് ആക്കണമെങ്കിൽ NFI മൈനസ് ചെയ്യണം. അതേപോലെ ഫാക്ടർ കോസ്റ്റ് ആണ്, മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് ആഡ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിന്റെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കുട്ടികളും ലൈവിലേക്ക് വന്ന് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് മോഡൽ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.